चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौर भक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नामश्रेष्ठं मनुमपि शचिपुत्रमत्र स्वरूपं रूपं तस्याग्रजमुरुपुरीं माधुरीं गोष्ठवतीं राधाकुण्डं गिरिवरमहो राधिका माधवासां प्राप्तो यस्य प्रथितकृपया श्रीगुरुं तं नतोऽस्मि। हरे कृष्ण। ഇന്ന് നമ്മൾ ചൈതന്യചരിതാമൃതം ആദിലീലയിലെ 12ാമത്തെ അധ്യായമാണ് നമ്മൾ കാണാൻ പോകുന്നത്. 12ാമത്തെ അധ്യായത്തിൽ അദ്വൈത ആചാര്യരുടെയും ഗദാധര പണ്ഡിതൻ്റെയും അവരുടെ പ്രധാനപ്പെട്ട പാർഷദരെക്കുറിച്ചിട്ടുള്ള വിവരണങ്ങളാണ് 12ാമത്തെ അധ്യായത്തിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആമുഖമായി തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്വൈതാചാര്യൻ്റെ പിന്മുറക്കാരിൽ കുറേ പേർ അദ്വൈതാചാര്യൻ കാട്ടിയ പാതയിലൂടെ തന്നെ സഞ്ചരിച്ചു എന്നും കുറച്ച് പേർ അദ്വൈതാചാര്യൻ്റെ പാതയിൽ നിന്നും വ്യതിചലിച്ചു പോയി എന്നും പ്രത്യേകമായി ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു വെളിപ്പെടുത്തലിന് നമ്മുടെ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു വലിയ വിഭാഗം എന്ന് വേണമെങ്കിൽ നമുക്ക് അവരെ വിശേഷിപ്പിക്കാം. അവർ അദ്വൈത പരിവാർ എന്ന് സ്വയം വിളിക്കുകയും അതായത് അദ്വൈതാചാര്യരുടെ കുടുംബാംഗങ്ങളാണ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നു. പക്ഷേ അവർ ഒരു യഥാർത്ഥ വൈഷ്ണവ രീതിയല്ല പിന്തുടരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വലിയ വിഭാഗം ഈ ഗൗഡദേശത്തുണ്ട്. അപ്പോൾ അതിനെതിരെ ഉള്ള നമുക്ക് നൽകിയിരിക്കുന്ന ഒരു താക്കീത് അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിലാണ് ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അതിൻ്റെ ആമുഖത്തിൽ തന്നെ അങ്ങനെ ഒരു വിഷയം പ്രതിപാദിക്കുന്നുണ്ട്. മാത്രമല്ല ഈ വിഷയത്തെക്കുറിച്ചിട്ട് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി തന്നെ ഈ അധ്യായത്തിൽ പറയുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമ്പ്രദായത്തിനുള്ളിൽ തന്നെ ഇങ്ങനെയുള്ള ചെറിയ ഒരു വ്യതിചലനമുണ്ടായി അദ്വൈതാചാര്യൻ്റെ ആ പരിവാരങ്ങൾക്കിടയിൽ എന്നുള്ളതൊന്ന് തുടക്കത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. അത് ഈ അധ്യായത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ കഴിയുന്നതാണ്. തുടങ്ങുന്നത് തന്നെ 1ാമത്തെ ശ്ലോകത്തിൽ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നുണ്ട്. അദ്വൈതാംഗ്രി അബ്ജഭൃഗാംസ്ഥാൻ ശരാശരഭൃതോ അഖിലാൻ ഹിത്വാസാരാൻ സാരഭൃതോ നൗമി ചൈതന്യ ജീവനാൻ. അദ്വൈത പ്രഭുവിൻ്റെ പിന്മുറക്കാർ 2 തരത്തിൽ ഉള്ളവരായിരുന്നു. അവർ ചിലർ സാര എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള പിന്മുറക്കാർ, അസാര എന്ന് പറഞ്ഞാൽ യഥാർത്ഥമല്ലാത്ത കുറേ പിന്മുറക്കാർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ അസാരമായിട്ടുള്ളവരെ ഹിത്വ അസാരാൻ സാരഭൃതോ നൗമി ചൈതന്യ ജീവനാൻ. അപ്പോൾ ആ യഥാർത്ഥമല്ലാത്തവരെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് തിരസ്കരിച്ചുകൊണ്ട് ഞാൻ അദ്വൈതാചാര്യൻ്റെ യഥാർത്ഥ പിന്മുറക്കാരെ നമസ്കരിച്ചു കൊള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ഈ അധ്യായം തുടങ്ങുന്നത്. ജയ ജയ മഹാപ്രഭു ശ്രീകൃഷ്ണ ചൈതന്യ, ജയ ജയ നിത്യാനന്ദ, ജയ അദ്വൈത ധന്യ, ശ്രീകൃഷ്ണ ചൈതന്യാമര തരോർ
ദ്വിതീയസ്കന്ധരൂപിണ ശ്രീമദ് അദ്വൈതചന്ദ്രസ്യ ശാഖരൂപാൻ ഗുണാൻ നുമഃ. അതായത് അദ്വൈത പ്രഭു എന്ന് പറയുന്ന ആ മഹത് വ്യക്തിത്വം ചൈതന്യവൃക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ശാഖയാണ്. അദ്ദേഹത്തിൻ്റെ പാർഷദർ, അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരാണ് ആ ശാഖയുടെ ഉപശാഖകളായിട്ട് വരുന്നത് എന്ന് പറയുന്നു. അവരെ എല്ലാവരെയും ഒരുമിച്ച് പറയുവാൻ തനിക്ക് കഴിയില്ല എന്നും കൂടെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ചൈതന്യ മഹാപ്രഭു ആണല്ലോ ഈ വൃക്ഷത്തിന് ജലസേചനം ചെയ്യുന്ന വ്യക്തി. അപ്പോൾ അദ്ദേഹം ജലസേചനം ചെയ്ത ഈ പറയുന്ന വൃക്ഷത്തിൻ്റെ എല്ലാ ശാഖകളും തഴച്ചു വളരുന്നു. അപ്പോൾ അത് എത്രമാത്രം വളരുന്നു എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയുകയില്ല. എന്തുകൊണ്ടെന്നാൽ ആ ശാഖകളെല്ലാം പടർന്ന് പന്തലിച്ച് ലോകം മുഴുവനും കൃഷ്ണപ്രേമം വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ശാഖകളെക്കുറിച്ചിട്ട് പരിപൂർണമായി നമുക്ക് പറയുവാൻ കഴിയുന്നില്ല. കാരണം മഹാപ്രഭു ജലം ഒഴിക്കെ ഇത് പുതിയ പുതിയ ശാഖകൾ ഉണ്ടാവുകയും അവയിൽ നിന്നെല്ലാം പൂക്കളും കായ്കളും പഴങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു വൃക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ശാഖയാണ് ശ്രീ അദ്വൈത ആചാര്യൻ. തുടക്കത്തിൽ ഇവർ എല്ലാവരും ഒരേ മതക്കാരായിരുന്നു. കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി എടുത്തു പറയുന്നുണ്ട്, ഇവരെല്ലാവരും ഒരേ മതം, ഒരേ അഭിപ്രായക്കാരായിരുന്നു. പക്ഷേ പിന്നീട് വിധിവശാൽ എന്ന് വേണമെങ്കിൽ പറയാം, ഇവർ രണ്ട് ശാഖകളായിട്ട് പിരിഞ്ഞു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്തോ ഒരു അങ്ങനെ സംഭവിച്ചു. അതിന് ഒരു കാരണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നത് പാച്ചേ ദ്വിമത ഹൈല ദൈവേര കാരണ എന്നാണ്. അതായത് എന്തോ ദൈവഹിതം അങ്ങനെ ആയിരുന്നിരിക്കാം, അതുകൊണ്ട് അവരങ്ങനെ രണ്ട് ഭാഗമായി പിരിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ശാഖകൾ പിരിയുന്നത് ഒരു പുത്തൻ സംഭവമല്ല എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം അതിനുശേഷം പിന്നീട് ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാലശേഷം ധാരാളം അപസമ്പ്രദായങ്ങൾ വളരെ വലുതായി ഗൗഡദേശത്തിൽ വളരുകയുണ്ടായി. പിന്നീട് ഞാൻ പറയുന്നത് ചൈതന്യ മഹാപ്രഭുവും പിന്നീട് ഷഡ്ഗോസ്വാമിമാരുടെ ശിഷ്യന്മാരുടെയും കാലഘട്ടത്തിന് ശേഷമാണ് യഥാർത്ഥത്തിൽ അപസമ്പ്രദായങ്ങൾ ഗൗഡദേശത്തിൽ തഴച്ചു വളർന്നത്. അപ്പോൾ അതിനാക്കം നൽകുന്ന രീതിയിൽ ഈ അദ്വൈതാചാര്യരുടെ പരിവാരങ്ങൾ എന്ന് പറയുന്ന ഈ പറയുന്ന, അതായത് യഥാർത്ഥ പാത പിന്തുടരാതെ സ്വന്തമായിട്ട് വേറൊരു പാത സ്വീകരിച്ച് പോയവരും ആ വിഭാഗത്തിൽ പെടുന്നവരാണ്. മാത്രമല്ല അതിനുശേഷം ശ്രീല ഭക്തിവിനോദ് ഠാക്കൂർ വന്നിട്ട് ഈ അപസമ്പ്രദായങ്ങളെയെല്ലാം തിരസ്കരിച്ചുകൊണ്ട് വീണ്ടും ആ ചൈതന്യ സമ്പ്രദായത്തെ ഊട്ടി വളർത്തിയത് ഭക്തിവിനോദ് ഠാക്കൂർ എന്ന് പറയുന്ന ആചാര്യനാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പുത്രനായ ഭക്തി സിദ്ധാന്ത സരസ്വതി വന്നിട്ടാണ് അതിന് ഒരു സംഘടനാരൂപം നൽകിയത്. അദ്ദേഹമാണ് 64 ഗൗഡീയ മഠങ്ങൾ സ്ഥാപിച്ചത്. പക്ഷേ ഭക്തി സിദ്ധാന്ത സരസ്വതിയുടെ കാലശേഷം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ, അതായത് ഭക്തി സിദ്ധാന്ത സരസ്വതി ഇഹലോകവാസം വെടിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ അവിടെയും വലിയ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുകയും അവിടെയും പല ശാഖകളായി പിരിയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായം എന്ന് പറയുന്നതിന് ഇങ്ങനെ ധാരാളം പിരിവുകളുണ്ട് എന്നുള്ള ഒരു വാസ്തവം നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്നാണ്. അതിൽ കൂടുതലും അസാരമായിട്ടുള്ളവരാണ്, എന്ന് വച്ചാൽ യഥാർത്ഥ പാത പിന്തുടരാത്തവരാണ് അതിൽ ഭൂരിപക്ഷവും എന്നത് വളരെ ഖേദകരമായിട്ടുള്ളൊരു കാര്യമാണെന്ന് ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദർ അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി ഉണ്ടാക്കുവാനുള്ള ഒരു കാരണവും ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിൻ്റെ ശിഷ്യന്മാർക്കിടയിലുണ്ടായ അഭിപ്രായ വ്യത്യാസമാണ് എന്നതും ഒരു ചരിത്രമാണ്. അതുകൊണ്ട് ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്, ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായത്തിൽ വ്യവസായാത്മിക ബുദ്ധി രേഖേഹ കുരുനന്ദന എന്ന ശ്ലോകത്തെ ഉദ്ധരിച്ചുകൊണ്ട് വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ പറയുന്നുണ്ട്. അതായത്
ഒരേ ഏക മനസ്സോടുകൂടി ബുദ്ധിയെ ഒരേ ഇടത്തിൽ ഏകാഗ്രതയോടുകൂടി കൊണ്ടുപോകുന്ന ഒരു ശിഷ്യന് മാത്രമേ തൻ്റെ ഗുരുവിൻ്റെ നിർദ്ദേശങ്ങൾ യഥാവിധം പാലിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ അദ്ദേഹത്തിൻ്റെ ഭഗവത്ഗീതാ വിശകലനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ ശ്രീല പ്രഭുപാദർ ചൈതന്യ ചരിതാമൃതത്തിൽ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എപ്രകാരമാണ് പ്രഭുപാദർ ആ ഒരു ഒറ്റ ഉദ്ദേശം കൊണ്ട് മാത്രം മുന്നോട്ട് പോയത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ അനുഭവിക്കുന്ന, നമുക്ക് എന്താ പറയുക, നമ്മൾ എൻജോയ് ചെയ്യുന്ന, നമ്മൾ ആസ്വദിക്കുന്ന ഈ ഒരു കൃഷ്ണാവബോധം എന്ന് പറയുന്നത്, ഈ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് ശ്രീല പ്രഭുപാദർ എന്ന് പറയുന്ന ഈ സാര അസാര എന്ന് പറയുന്ന കാറ്റഗറിയിൽ വളരെ സാര ആ വിഭാഗത്തിലുള്ള ഒരു വിശിഷ്ട ശിഷ്യൻ ശ്രീല പ്രഭുപാദരായതുകൊണ്ടും ആ പ്രഭുപാദരുടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് നമ്മളെല്ലാവരും ഇത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് എന്നുള്ളതും ഈ അവസരത്തിൽ നമ്മളൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. കാരണം ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് ആധ്യാത്മികമായിട്ട് ചരിക്കുന്ന വ്യക്തികളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ അത് വലിയ ഒരു നഷ്ടമാണ്. എന്തുകൊണ്ടെന്നാൽ ഭൗതികമായിട്ടുള്ളവർ തല്ലിപ്പിരിയുകയാണെങ്കിൽ അതുകൊണ്ട് ആർക്കും വലിയ നഷ്ടമില്ല. പക്ഷേ ആധ്യാത്മിക ചര്യ പിന്തുടരുന്ന ഒരു കൂട്ടം വ്യക്തികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാവുകയും പിന്നീട് അവർ വിഭാഗീയമായി പിരിഞ്ഞു പോവുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ പൊതുജനങ്ങൾക്ക് എന്ത് ഗുണമാണോ ഉണ്ടാകേണ്ടത് അത് ഉണ്ടാകാതെ പോകും. അതുകൊണ്ട് അത് വലിയ ഒരു നഷ്ടമാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി വീണ്ടും എടുത്തു പറയുന്നുണ്ട്, ആധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ഗുരുവിൻ്റെ നിർദ്ദേശമാണ് ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ഏതൊരുവൻ ആധ്യാത്മിക ഗുരുവിൻ്റെ നിർദ്ദേശം പാലിക്കാതിരിക്കുന്നു അവനെല്ലാം അസാര ആയിത്തീരും. അതുകൊണ്ട് അസാരരായിട്ടുള്ള വ്യക്തികളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, സാരരായിട്ടുള്ള വ്യക്തികളെക്കുറിച്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്ന് എടുത്തു പറയുകയാണ്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം അതിന് ഉദാഹരണവും കൊടുക്കുന്നുണ്ട്. അതായത് എപ്രകാരം അരിയിൽ നിന്ന് തവിട് വേർപ്പെടുത്തുന്നുവോ, കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി നൽകിയിരിക്കുന്ന ഉദാഹരണം എപ്രകാരം അരിയിൽ നിന്നും തവിട് വേർതിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ തവിട് അരി പോലെ ഭക്ഷ്യവസ്തുവല്ല, ഭക്ഷ്യയോഗ്യമായ ഒരു വസ്തുവല്ല എന്നതുകൊണ്ട് അതിൽ നിന്നും ഞാൻ ആ തവിടെടുത്ത് മാറ്റുകയാണ്. എന്നിട്ട് ഞാൻ യഥാർത്ഥത്തിൽ സാരമായിട്ടുള്ളവരെക്കുറിച്ച് മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറഞ്ഞുകൊണ്ട് അദ്ദേഹം അദ്വൈതാചാര്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശാഖയായ ശ്രീ അച്യുതാനന്ദനെ കുറിച്ചിട്ട് പറയുന്നു. അച്യുതാനന്ദ എന്ന് പറയുന്ന ആ മഹാഭക്തൻ അദ്വൈത ആചാര്യൻ്റെ തന്നെ പുത്രനായിരുന്നു. വളരെ ചെറുപ്പം മുതലേ അച്യുതാനന്ദ എന്ന ഈ ഭക്തന് ശ്രീ ചൈതന്യ മഹാപ്രഭുവിനോട് വളരെ അധികം സ്നേഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഒരിക്കൽ തൻ്റെ അച്ഛനോട് ചോദിച്ചു, ശ്രീ ചൈതന്യ മഹാപ്രഭു 7 ഉലകങ്ങളുടെയും നാഥനാണെന്ന് അച്ഛൻ പറയുന്നു. എന്നിട്ട് അങ്ങ് തന്നെ പറയുന്നു ആ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഗുരു കേശവഭാരതിയാണെന്ന് പറയുന്നു. ഇതെങ്ങനെ ശരിയാകും എന്ന് അദ്വൈതാചാര്യൻ്റെ മകൻ വളരെ ചെറുപ്രായത്തിൽ 5 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ അങ്ങനെ ചോദിച്ചു അത്രേ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്ര ഒരു വിദഗ്ധനായ ഭക്തനാണ് ഈ അച്യുതാനന്ദ എന്ന് പറയുന്ന വ്യക്തിത്വം. ഈ അച്യുതാനന്ദ എന്ന് പറയുന്ന അദ്വൈതാചാര്യൻ്റെ പുത്രൻ യഥാർത്ഥത്തിൽ സ്കന്ദനാണ്, അതായത് കാർത്തികേയനാണ് എന്നൊരു പക്ഷവും ഉണ്ട്. അതും ഗൗഡീയ ഗ്രന്ഥങ്ങളിൽ അതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അച്യുതാനന്ദനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ചൈതന്യ മഹാപ്രഭു സന്യാസം സ്വീകരിച്ചതിന് ശേഷം അദ്വൈതാചാര്യനെ സന്ദർശിക്കുമ്പോൾ അവിടെ അച്യുതാനന്ദൻ വളരെ ചെറിയ കുട്ടിയായിട്ടുള്ളത് അവിടെ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അച്യുതാനന്ദനെ കണ്ടിട്ട് ചൈതന്യ മഹാപ്രഭു ഒരിക്കൽ പറഞ്ഞു അത്രേ, അദ്വൈതാചാര്യൻ എൻ്റെ പിതാവിനെ പോലെയാണ്, അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും സഹോദരന്മാരാണ് എന്ന് അച്യുതാനന്ദനോട് ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്.
അതുപോലെ തന്നെ അച്യുതാനന്ദൻ മറ്റ് പല അവസരങ്ങളിലും ചൈതന്യ മഹാപ്രഭുവിൻ്റെ കൂടെ സമയം ചിലവഴിച്ചിട്ടുള്ളതായിട്ടും പറയുന്നുണ്ട്. അച്യുതാനന്ദൻ വിവാഹിതനായതായിട്ട് ചൈതന്യ ചരിതാമൃതത്തിൽ എവിടെയും പറയുന്നില്ല. പക്ഷേ അച്യുതാനന്ദ എന്ന് പറയുന്ന അദ്വൈതാചാര്യൻ്റെ പുത്രനാണ് അദ്വൈത പരിവാരത്തിൻ്റെ അഥവാ അദ്വൈതാചാര്യൻ്റെ ശാഖയിലെ ഏറ്റവും മുഖ്യനായ വ്യക്തി എന്ന് പറയുന്നു. ഈ അച്യുതാനന്ദ ചൈതന്യ മഹാപ്രഭുവിനോടൊപ്പം ജഗന്നാഥപുരിയിൽ കുറച്ചു കാലം ചിലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അച്യുതാനന്ദൻ ആ സമയത്ത് ഗദാധര പണ്ഡിതൻ്റെ അടുത്തു നിന്നും ശിഷ്യത്വം സ്വീകരിച്ചു എന്നും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അദ്വൈതാചാര്യൻ്റെ പാർഷദനായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതേ അവസരത്തിൽ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഗദാധര പണ്ഡിതൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച വ്യക്തിയും കൂടെ ആണ് എന്ന് ഉള്ളതാണ്. അപ്പോൾ അദ്ദേഹം കാർത്തികേയനാണ്, അതായത് സ്കന്ദൻ കാർത്തികേയനാണ് എന്നും അല്ല, അദ്ദേഹം ഒരു അച്യുത എന്നു പേരുള്ള ഒരു ഗോപിയായിരുന്നു വ്രജലീലയിൽ എന്നും അങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളും അദ്ദേഹത്തെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് അദ്വൈത ആചാര്യൻ്റെ ശാഖയിലെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ഭക്തൻ അദ്ദേഹത്തിൻ്റെ മൂത്ത പുത്രനായ അച്യുതാനന്ദ എന്ന് പറയുന്ന മഹാഭക്തനാണ്. അടുത്തതായി പറയുന്നത് കൃഷ്ണമിശ്ര എന്ന് പറയുന്ന അദ്വൈതാചാര്യൻ്റെ മറ്റൊരു പുത്രൻ, അദ്ദേഹത്തെയും ഒരു ശാഖയായി പറയുന്നുണ്ട്. അതായത് അദ്വൈതാചാര്യന് 6 പുത്രന്മാരായിരുന്നു. അച്യുതാനന്ദ, കൃഷ്ണമിശ്ര, ഗോപാൽ ദാസ്, ഇവർ 3 പേരും ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ സേവനത്തിൽ ഏർപ്പെട്ടിരുന്നു. അപ്പോൾ ഇവരാണ് ഈ സാര എന്ന് പറയുന്ന അദ്വൈതാചാര്യൻ്റെ 3 പുത്രന്മാർ. അപ്പോൾ ഇവരിൽ നിന്നും വന്നവരാണ് പിന്നീട് ഈ അദ്വൈതാചാര്യൻ്റെ ശാഖയെ മുന്നോട്ട് നയിച്ച 3 പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ എന്ന് പറയുന്നത് കൃഷ്ണമിശ്ര, ഗോപാൽ ദാസ്, അച്യുതാനന്ദ. ഈ 3 പേരാണ്. ഇവർ 3 പേരും വളരെ വളരെ ഉന്നതരായിട്ടുള്ള ഭക്തന്മാരായിരുന്നു. ഗോപാൽദാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിനോടൊപ്പം ഗുണ്ടീച മാർജനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. അതായത് ഒരിക്കൽ ചൈതന്യ മഹാപ്രഭു ഗുണ്ടീച മാർജനത്തിൻ്റെ സമയത്ത് അവിടെ എല്ലാവരും ചേർന്ന് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും ചേർന്ന് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ച് സങ്കീർത്തനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഗോപാൽദാസ് അവിടെ വളരെ ആനന്ദത്തോടുകൂടി നൃത്തം ചവിട്ടുകയും അങ്ങനെ അദ്ദേഹം അവിടെ മോഹാലസ്യപ്പെട്ട് വീഴുകയും ചെയ്തു. അപ്പോൾ അദ്വൈതാചാര്യൻ ഉടനെ തന്നെ ഗോപാൽദാസിനെ മടിയിലെടുത്ത് പല മന്ത്രങ്ങളെല്ലാം ഉരുവിട്ട് നോക്കി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബോധം തിരിച്ചു വന്നില്ല. അപ്പോഴാണത്രേ മഹാപ്രഭു പറഞ്ഞു, ഉഠ ഗോപാല കൈല ബോല ഹരി ഹരി. അതായത് മഹാപ്രഭു ഗോപാലിനോട് പറഞ്ഞു, ഗോപാല എഴുന്നേൽക്കൂ, ഹരി ഹരി എന്ന് പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ക്ഷണം ഗോപാൽദാസ് ഉടനെ തന്നെ ഉണരുകയും എല്ലാ വൈഷ്ണവന്മാരും ചേർന്ന് ഹരി ഹരി എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ അദ്വൈതാചാര്യൻ്റെ ഗോപാൽദാസ് എന്ന പുത്രന് ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ വളരെ വിശേഷമായിട്ടുള്ള ഒരു കാരുണ്യം ലഭിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ഇനി അസാരരായിട്ടുള്ള 3 പേരാരാണെന്ന് പ്രഭുപാദർ പറയുന്നുണ്ട്. ബലരാമ, സ്വരൂപ, ജഗദീശ എന്ന് പറയുന്ന ഈ 3 പേർ ഇത് സ്വീകരിച്ചില്ല, വൈഷ്ണവരുടെ പാത സ്വീകരിച്ചില്ല. അവർ മായാവാദത്തിൻ്റെ പാത സ്വീകരിക്കുകയും പഞ്ചോപാസകരായി തീരുകയും ചെയ്തു എന്നാണ് അവരെക്കുറിച്ചിട്ട് പറയപ്പെടുന്നത്. പക്ഷേ അവർ തീർച്ചയായിട്ടും തങ്ങളും അദ്വൈതാചാര്യൻ്റെ പിന്മുറക്കാരാണ് എന്ന രീതിയിൽ അവരും സ്വയം പ്രഖ്യാപിക്കുകയും അങ്ങനെ അവരും കുറേ ആൾക്കൂട്ടം ചേർക്കുകയും ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്കൂട്ടം ചേർക്കുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ നമ്മൾ എവിടെയാണ്, ആരുടെ കൂടെയാണ് പോയി കൂടുന്നത് എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം പലപ്പോഴും നമുക്ക്, പ്രത്യേകിച്ചും കലിയുഗത്തിൽ നമ്മൾ കാണുന്ന പല ആൾക്കൂട്ടങ്ങളും നമുക്ക് തോന്നും, എങ്ങനെയാണ് ഇവരുടെ അടുത്ത് ഇത്രയും ആൾ കൂടുന്നത് എന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുള്ളതാണ്. പ്രത്യേകിച്ചും നമ്മൾ
ഇന്നത്തെ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ കാണുന്ന ഇതുപോലുള്ള അസാര എന്ന് നമുക്ക് വിളിക്കാവുന്ന പലരുടെയും ചുറ്റുമാണ് വലിയ വലിയ ആൾക്കൂട്ടം ചേരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്, അവർക്ക് എന്താ പറയുക, എന്തോ ശക്തിയുണ്ട്, എങ്ങനെയെല്ലാമോ അവർ ആളുകളെ ആകർഷിക്കുന്നു, ഇങ്ങനെയെല്ലാമുള്ള ചില എന്താ പറയുക, നമുക്കൊരു നൈരാശ്യം പോലെ നമുക്ക് ഒരു നിരാശ അനുഭവപ്പെടാറുണ്ട് ഇങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ. അല്ലെങ്കിൽ അവരുടെ അടുത്ത് എങ്ങനെയാണ് ഇത്രയും പേര് ചെന്ന് ചേരുന്നത്, നമ്മളിവിടെ ഒരു നല്ല കാര്യം പറയുമ്പോൾ കേൾക്കാൻ ആരുമില്ലല്ലോ, ഇങ്ങനെയെല്ലാം നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പോഴെല്ലാം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കലിയുഗം എന്ന് പറയുന്നത് കൈതവധർമ്മത്തിൻ്റെ യുഗമാണ്. അതുകൊണ്ട് അസാരരായിട്ടുള്ള വ്യക്തികൾക്ക് ചുറ്റും ധാരാളം ആളുകൾ കൂടുന്നതിൽ നമ്മൾ ഒരിക്കലും അത്ഭുതപ്പെടേണ്ട കാര്യമേ ഇല്ല. മറ്റൊന്ന്, ഈ അസാരരായിട്ടുള്ളവർ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ കേൾവിക്കാരനെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. കേൾവിക്കാരനെ സുഖിപ്പിക്കുക എന്നുള്ളതിലൂടെ കൂടുതൽ ആളുകളെ ചേർക്കുക എന്നുള്ളതാണ് ഈ അസാരരായിട്ടുള്ള ഈ ആത്മീയവാദികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവരുടെ പൊതു സ്വഭാവം എന്ന് പറയുന്നത്. അവർ അസാരരായിട്ടുള്ള വ്യക്തികളാണ്, അതായത് സാരമായിട്ടുള്ളതൊന്നും അവരുടെ അടുത്തില്ല. അതുകൊണ്ട് അവിടെ വന്ന് ചേരുന്നവരും അങ്ങനെയായിരിക്കും. അതായത് യഥാ ഗുരു തഥാ ശിഷ്യ എന്ന് പറയും. എങ്ങനെയാണോ ഗുരുവിൻ്റെ സ്വഭാവം, ശിഷ്യനും അങ്ങനെയായി ഭവിക്കും. ഇതിന് മറ്റൊരു വശമുണ്ട്. എൻ്റെ സ്വഭാവം എങ്ങനെയാണോ അങ്ങനെ ഒരു ഗുരുവിനെ എനിക്ക് കിട്ടുകയും ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ ഒന്നു ചേരുന്ന ഒരു വിധത്തിലുള്ള ആളുകളാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം അവരുടെ പക്ഷത്തിൽ ജനം കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് അവരുടെ തത്വം ഉയർന്നതാണെന്നോ അവരുടെ തത്വം എന്താ പറയുക കുറച്ചുകൂടെ എളുപ്പത്തിൽ ആളുകൾക്ക് മനസ്സിലാവുന്നതാണെന്നോ എന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം. എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ ഇത്രമാത്രം: ഈ പോകുന്നവൻ്റെ കേൾവി സുഖം, മനസ്സുഖം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതുകൊണ്ടിട്ട് ആൾ കൂടി എന്നിരിക്കും, പക്ഷേ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. അതുകൊണ്ട് എന്താണോ സാരം അതിലേക്ക് എപ്പോഴും നമ്മൾ ഊന്നുക, അതിനെ മാത്രം ഉന്നം വയ്ക്കുക എന്നുള്ളതായിരിക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതായത് ഏതൊരു വിഷയം എടുത്തു കഴിഞ്ഞാലും അതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് അതിൻ്റെ രൂപം, ഒന്ന് അതിൻ്റെ സാരം. മനസ്സിലാകുന്നില്ലേ? അപ്പോൾ രൂപത്തിൽ നമുക്ക് പെട്ടെന്ന് ആകൃഷ്ടരായേക്കാം, പക്ഷേ സാരം എന്താണോ അതിനെ സ്വീകരിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ഗുണമുണ്ടാവുകയുള്ളൂ. ഉദാഹരണത്തിന് അന്താരാഷ്ട്ര കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിൻ്റെ തന്നെ വളരെ സുന്ദരമായിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട്. ഉദാഹരണത്തിന് ബോംബെയിലെ ജുഹു, അല്ലെങ്കിൽ വൃന്ദാവനത്തിലെ രമൺ രേത്തി, അല്ലെങ്കിൽ നവദ്വീപിലെ മായാപൂർ ചന്ദ്രോദയ ക്ഷേത്രം. ഇതെല്ലാം രൂപം കൊണ്ടിട്ട് വളരെ അതിസുന്ദരമായിട്ടുള്ള ക്ഷേത്രങ്ങളാണ്. അപ്പോൾ അവിടെ നമ്മൾ തീർത്ഥാടനത്തിന് പോകുമ്പോൾ നമുക്ക് കാണാം അവിടെ ആയിരക്കണക്കിന് ആളുകൾ വരുന്നുണ്ട്. അതിൽ വലിയ ഒരു ശതമാനം രൂപത്തിൽ ആകൃഷ്ടരായി വരുന്നവരാണ്. മനസ്സിലായില്ലേ? രൂപത്തിൽ ആകൃഷ്ടരാണ്. അവർ വരും, ഭഗവാനെ ദർശനം കാണും, കുറച്ചു നേരം അവിടെ ഇരിക്കും, അതിനുശേഷം അവർ എഴുന്നേറ്റ് പോകും. എവിടെയെങ്കിലും പ്രസാദ വിതരണമുണ്ടെങ്കിൽ അത് സ്വീകരിക്കും, അതിനുശേഷം അവർ പൊടിയും തട്ടിപ്പോകും. എന്തുകൊണ്ടാണ്? രൂപത്തിലാണ് ആകർഷണം, സാരത്തെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നില്ല. അപ്പോൾ സാരം എന്താണ് എന്ന് താല്പര്യപ്പെടുന്നവർ എപ്പോഴും കുറവായിരിക്കും. മനസ്സിലായില്ലേ? അല്ലാതെ
ഏതെങ്കിലും ഒരു ഇസ്കോൺ ക്ഷേത്രത്തിൽ ഒരു തവണ പോയി എന്നുള്ളത് കൊണ്ട് മാത്രം ആരും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപം സ്വീകരിക്കുകയും 4 യമനിയമങ്ങൾ പിന്തുടർന്നുകൊണ്ട് ഈ വിധിഭക്തി പരിശീലിക്കുകയും ചെയ്യുമെന്നൊന്നുമില്ല. അപ്പോൾ രൂപവും സാരവും നമുക്ക് എപ്പോഴും വേണ്ടത് സാരമാണ്. ഭക്തി വിനോദ് ഠാക്കൂർ എപ്പോഴും പറയും സാരഗ്രഹി വൈഷ്ണവനായിരിക്കണം. അതായത് സാരത്തെ ഗ്രഹിക്കാൻ കഴിയുന്ന വൈഷ്ണവരാകണം നമ്മൾ. കാരണം ആ സാരമാണ് യഥാർത്ഥത്തിൽ നമ്മളെ മുന്നിലോട്ട് സ്ഥായിയായിട്ട് നയിക്കുകയുള്ളൂ. രൂപത്തിന് പല മാറ്റങ്ങളും ഉണ്ടായേക്കാം, ഇല്ലേ? രൂപത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാകാം. ഇല്ലെങ്കിൽ രൂപമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ സാരത്തെ പിന്തുടരുകയുള്ളൂ എന്ന് പറയുന്നതിലും കാര്യമില്ല. അതുകൊണ്ട് സാരഗ്രഹിയാകുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും പണിപ്പെടേണ്ടത്. കാരണം പലരും പലയിടങ്ങളിലുമുള്ള പലരും പറയാറുള്ള ഒരഭിപ്രായമാണ്, എനിക്ക് ഇങ്ങനെയുള്ള ഒരു സത്സംഗത്തിലാണെങ്കിൽ വളരെ നന്നായിരിക്കുന്നു, വേറെ എവിടെയെങ്കിലും പോയി കഴിയുമ്പോൾ എനിക്ക് ഇതേ സുഖം കിട്ടുന്നില്ല എന്ന്. അത് ഒരു പരിധിവരെ നമ്മൾ രൂപത്തിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ടിട്ടാണ്. സാരത്തിൽ മാത്രമാണ് നമ്മുടെ ശ്രദ്ധ എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവും വരില്ല. എവിടെ പോയാലും നമുക്ക് ശ്രീല പ്രഭുപാദർ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതായത് പ്രഭുപാദർ എവിടെ പോയോ അവിടെ വൃന്ദാവനമായി മാറി. അല്ലാതെ പ്രഭുപാദർ പറഞ്ഞില്ല, അയ്യോ ഞാൻ വൃന്ദാവനത്തിൽ നിന്നും ഇത്ര ദൂരം വന്നു പോയല്ലോ, എനിക്ക് വൃന്ദാവനത്തെക്കുറിച്ച് ഓർത്ത് വളരെ വിഷമമുണ്ടാകുന്നു, ഞാൻ വൃന്ദാവനത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയല്ല. പ്രഭുപാദർ എവിടെ പോയോ അവിടെ ആ സ്ഥലത്തെ പ്രഭുപാദർ വൃന്ദാവനമാക്കി മാറ്റും. എങ്ങനെ? കൃഷ്ണകഥ പറഞ്ഞുകൊണ്ടും കൃഷ്ണനെക്കുറിച്ച് മറ്റുള്ളവർക്ക് ഉദ്ബോധനം നൽകിക്കൊണ്ടും. അപ്പോൾ സാരഗ്രഹിയാവുക. അപ്പോൾ എന്താ സംഭവിക്കുക? അസാരരായിട്ടുള്ളവരെ കുറിച്ചിട്ടുള്ള നമ്മുടെ ആ വൈക്ലഭ്യം മാറിക്കിട്ടും. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. അടുത്തതായിട്ട് പറയുന്ന ശാഖയിലെ വ്യക്തിത്വം എന്ന് പറയുന്നത് കമലാകാന്ത വിശ്വാസ് എന്ന് പറയുന്ന അദ്വൈതാചാര്യൻ്റെ വളരെ അടുത്ത ഒരു സേവകനുണ്ടായിരുന്നു. ഈ കമലാകാന്ത വിശ്വാസ് വളരെ രസകരമായ ഒരു വ്യക്തിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. ചൈതന്യ മഹാപ്രഭുവിനോടും വളരെയധികം ആഭിമുഖ്യം പ്രകടിപ്പിച്ചിരുന്ന ഒരു ഭക്തനാണ്. പരമാനന്ദപുരി ജഗന്നാഥപുരിയിലേക്ക് പോയ സമയത്ത് കമലാകാന്ത വിശ്വാസിനെയും കൂട്ടിക്കൊണ്ടാണ് പോയത്. പരമാനന്ദപുരി നമ്മൾ പലതവണയും കണ്ടിട്ടുണ്ട്. ചൈതന്യ മഹാപ്രഭുവിന് വളരെ വേണ്ടപ്പെട്ട ഈശ്വരപുരിയുടെ ഗുരു സഹോദരൻ മാധവേന്ദ്രപുരിയുടെ ശിഷ്യനാണ് പരമാനന്ദപുരി. അതുകൊണ്ട് പരമാനന്ദപുരിയും ചൈതന്യ മഹാപ്രഭുവും തമ്മിൽ ഒരു പിതാവും പുത്രനും തമ്മിൽ എന്ന പോലെയുള്ള ബന്ധമുണ്ടായിരുന്നവരാണ്. അപ്പോൾ ഈ പരമാനന്ദപുരി കമലാകാന്ത വിശ്വാസിനെയും കൂട്ടിക്കൊണ്ട് പലതവണ ജഗന്നാഥപുരിയിലേക്ക് പോയിട്ടുണ്ട്. അവിടെ ഇവർ രണ്ടുപേരും മഹാപ്രഭുവിനെ പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ മഹാപ്രഭുവുമായിട്ടും കമലാകാന്ത വിശ്വാസിന് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഇദ്ദേഹം ഒരിക്കലും ഒരു കാര്യം ചെയ്തു. എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം പ്രതാപരുദ്ര മഹാരാജാവിന് ഒരു കത്തെഴുതി. അതിൽ ഇദ്ദേഹം അദ്വൈതാചാര്യൻ്റെ യഥാർത്ഥ രൂപത്തെ എല്ലാം വർണ്ണിച്ചു നൽകി. അതായത് ഇദ്ദേഹം യഥാർത്ഥത്തിൽ മഹാവിഷ്ണുവും സദാശിവൻ്റെയും അവതാരമാണ്. അങ്ങനെ അതിനെ ശാസ്ത്രങ്ങളെല്ലാം ഉദ്ധരിച്ചുകൊണ്ട് ഇദ്ദേഹം ഇത് അങ്ങ് മനസ്സിലാക്കണം, പ്രതാപരുദ്ര മഹാരാജാവ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു കത്തെഴുതി. ആ കത്തിനോടൊപ്പം തന്നെ അദ്ദേഹം എഴുതി, അദ്വൈതാചാര്യന് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹം ആരുടെ അടുത്ത് നിന്നോ കുറച്ച് ദ്രവ്യം കടമെടുത്തിട്ടുണ്ട് എന്നും കൂടെ അദ്ദേഹം ആ കത്തിൽ സൂചിപ്പിച്ചു. ഇത് വായിച്ച ഉടനെ തന്നെ പ്രതാപരുദ്ര മഹാരാജാവിനെക്കുറിച്ച് നമ്മൾ നേരത്തെ കണ്ടതാണ്. അത്യുന്നതനായ മഹാപ്രഭുവിനോട് അത്രയധികം സ്നേഹമുള്ള ഒരു ഭക്തനാണ്. അദ്ദേഹം എന്ത് ചെയ്തു? ഉടൻ തന്നെ ആ സാമ്പത്തിക പ്രശ്നത്തിന് പരിഹാരമാക്കി. അപ്പോൾ കമലാകാന്ത വിശ്വാസ് എന്തിനാണ് ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹം അദ്വൈതാചാര്യൻ്റെ അത്രയും അടുത്ത വ്യക്തിയാണ്. അപ്പോൾ അദ്വൈതാചാര്യൻ്റെ ബുദ്ധിമുട്ട് അദ്ദേഹം കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? പ്രതാപരുദ്ര മഹാരാജാവ് ചൈതന്യ മഹാപ്രഭുവിന് മഹാഭക്തനാണെന്ന് അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം. അപ്പോൾ ആർക്കും വിഷമമില്ലാത്ത രീതിയിൽ ഇതങ്ങ് പരിഹരിച്ച് കളയാം എന്ന് വെച്ച് കമലാകാന്ത വിശ്വാസ് എന്ത് ചെയ്തു? കത്തെഴുതി
കത്തിൽ ഇങ്ങനെ ഒരു സൂചനയും കൂടെ നൽകി. ഈ അദ്വൈതാചാര്യൻ എന്ന് പറയുന്ന ഒരു സാധാരണ വ്യക്തിത്വമല്ല, ഇങ്ങനെയുള്ള എല്ലാ ശാസ്ത്ര പ്രമാണങ്ങളും എല്ലാം നൽകി പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു ഇദ്ദേഹത്തിനൊരല്പം സാമ്പത്തിക ബുദ്ധിമുട്ടും കൂടെ ഉണ്ട് എന്ന്. അപ്പോൾ ഈ വിവരം ചൈതന്യ മഹാപ്രഭു അറിഞ്ഞു. അപ്പോൾ മഹാപ്രഭു പറഞ്ഞു, കത്ത് എഴുതിയതിൻ്റെ ആദ്യത്തെ ഭാഗത്തിൽ ഒരു തെറ്റുമില്ല. അദ്വൈതാചാര്യൻ ഭഗവാനാണെന്ന് കമലാകാന്ത വിശ്വാസ് എഴുതി, അതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ബാക്കി ഭാഗത്തിൽ ആ പരമപുരുഷ ഭഗവാന്റെ അവതാരത്തെ ഒരു കേവലം ഭിക്ഷക്കാരനാക്കി ചിത്രീകരിച്ചു. അതുകൊണ്ട് ഇതിനുള്ള ശിക്ഷ നൽകിയേ പറ്റൂ. കാരണം പൊതുവെ മായാവാദികളാണ് ദരിദ്രനാരായണൻ എന്ന് പറയുന്നത്. അതായത് ദരിദ്രനായ ഒരു മനുഷ്യനെ കണ്ടാൽ അവർ പറയും ദരിദ്രനാരായണൻ. കാരണം മായാവാദ തത്വം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും നാരായണന്മാരാണ്, ഞാനും നാരായണ നിങ്ങളും നാരായണ എന്നുള്ളതാണ് മായാവാദ സിദ്ധാന്തത്തിൻ്റെ കാതലായിട്ടുള്ള അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള സിദ്ധാന്തം അല്ലെങ്കിൽ അപസിദ്ധാന്തം എന്ന് പറയുന്നത് എല്ലാവരും നാരായണന്മാരാണ് എന്നാണ്. ഞാൻ മായാവാദ സിദ്ധാന്തം എന്ന് പറയുമ്പോൾ ഞാൻ ഓർമ്മിക്കുന്നത് ഒരിക്കൽ സംപൂജ്യ ഭക്തി വികാസ് സ്വാമി, അദ്ദേഹം ശ്രീല പ്രഭുപാദരുടെ ഒരു വരിഷ്ഠ ശിഷ്യനാണ്. ഞാനൊരു അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം തർജ്ജമ ചെയ്യുവാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. അപ്പോൾ അദ്ദേഹം ആംഗലേയ ഭാഷയിൽ ദി സോ കോൾഡ് മായാവാദ ഫിലോസഫി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് തർജ്ജമ ചെയ്തപ്പോൾ ഒരു നീണ്ട വാക്യമായിരുന്നു. തർജ്ജമ ചെയ്തപ്പോൾ ഞാൻ മായാവാദ സിദ്ധാന്തം എന്നുപയോഗിച്ചപ്പോൾ അദ്ദേഹം എന്നെ ആ വാക്യം പൂർത്തീകരിക്കാൻ അനുവദിച്ചില്ല. അദ്ദേഹം കൈ കാണിച്ച് എന്നോട് നിർത്താൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മായാവാദ അപസിദ്ധാന്തം എന്നേ പറയാൻ പാടുള്ളൂ. നമ്മളെല്ലാവരും ചൈതന്യ മഹാപ്രഭുവിൻ്റെ പിന്തുടർച്ചക്കാരാണ്. മായാവാദം സിദ്ധാന്തമല്ല, അപസിദ്ധാന്തമാണ്. ഞാനിത് ഓർക്കാൻ കാരണം ഞാനിപ്പോൾ വീണ്ടും ആ തെറ്റ് എൻ്റെ ഭാഗത്തു നിന്ന് വന്നപ്പോൾ എങ്ങനെയാണ് ഒരു ഗുരുനാഥൻ എന്നെ അന്ന് എൻ്റെ തെറ്റ് തിരുത്തിയതെന്ന് ഞാനിപ്പോൾ ഒന്ന് ഓർത്തു പോയതാണ്. അപ്പോൾ പൊതുവേ മായാവാദികൾ മുൻവയ്ക്കുന്ന അപസിദ്ധാന്തം എന്ന് പറയുന്നത് ഞാനും നാരായണൻ നിങ്ങളും നാരായണൻ. പക്ഷെ നമ്മളാരും നമ്മൾ നാരായണനാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. എപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു അപ്പോൾ നമ്മളെല്ലാവരും ഒന്നാകും, പിന്നെ ആ നാരായണൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ദരിദ്രനായ വ്യക്തിയെ കാണുമ്പോൾ അവർ പറയും പാവം ദരിദ്രനാരായണൻ. പക്ഷേ ശ്രീല പ്രഭുപാദർ ഏറ്റവും നിശിതമായി വിമർശിച്ചിരുന്ന ഒരു പ്രയോഗമാണ് ഈ ദരിദ്രനാരായണൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ചൈതന്യ മഹാപ്രഭുവിനെയും ചൊടിപ്പിച്ചത്. അതായത് നാരായണൻ എങ്ങനെ ദരിദ്രനാകാൻ പറ്റും? എല്ലാറ്റിൻ്റെയും പ്രഭുവാണ് ശ്രീമൻ നാരായണൻ. അതുകൊണ്ട് ആ ശ്രീമൻ നാരായണനെ നമ്മൾ ഒരിക്കലും ഒരു സാധാരണ മനുഷ്യനുമായിട്ട് താരതമ്യം ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കാര്യം ഇദ്ദേഹം ചെയ്തത് ഒരു വലിയ തെറ്റായിപ്പോയി. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ മനസ്സിലുണ്ടായേക്കാവുന്ന ഒരു സംശയം, അപ്പോൾ എങ്ങനെയാണ് ഈ ഭഗവാൻ മഹാവിഷ്ണു അവതരിച്ച് വന്ന വാമനൻ പോയിട്ട് ബലിയോട് ഭിക്ഷ യാചിച്ചില്ലേ? ശരിയല്ലേ? അവിടെയും പരമപുരുഷ ഭഗവാൻ തന്നെയാണ് വാമനനായി അവതരിച്ചത്. അപ്പോൾ അതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം അത് ഭഗവാന്റെ ലീലയാണ്. രണ്ടാമത്തെ കാര്യം, അവിടെ ഭിക്ഷ യാചിച്ചു പോയ വാമനൻ എന്താണ് ചെയ്തത്? 3 കാല് വെച്ച് തന്നിക്ക് സ്വന്തമായിട്ടുള്ളത് ബലിയെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഞാനാണിതിൻ്റെ എല്ലാം പ്രഭു, നീ കുറച്ചു കാലം ഇതിനെ അങ്ങ് അടക്കി ഭരിച്ചു എന്നത് മാത്രം. എന്തുകൊണ്ടാണത്? ഞാൻ നിന്നെ അടക്കി ഭരിക്കാൻ നിനക്ക് തന്നിരുന്നത് ഞാനിപ്പോൾ തിരിച്ചെടുത്തിരിക്കുന്നു. അങ്ങനെയാണ് ആ ലീലയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ വാമനദേവന് ബലിയുടെ അടുത്ത് നിന്നും 3 അടി മണ്ണ് കിട്ടണം എന്ന യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് അദ്ദേഹം അവിടെ ഒരു ഭിക്ഷുവിൻ്റെ രൂപം സ്വീകരിച്ച് പോയത് ലീലയുടെ ഭാഗമാണ്. അല്ലാതെ നാരായണൻ അപ്പോൾ ഒരിക്കൽ ദരിദ്രനായല്ലോ എന്ന് നമ്മളാരും ചിന്തിക്കരുത്. അങ്ങനെ അദ്ദേഹം ചൈതന്യ മഹാപ്രഭു തൻ്റെ
സേവകനായ ഗോവിന്ദനോട് പറയുന്നു, ഇനി ആ ബൗളനെ, കമലാകാന്ത വിശ്വാസ് എന്ന് പറയുന്ന ആ ബൗളനെ ഇങ്ങോട്ട് വരാൻ അനുവദിക്കരുത് എന്ന്. ബൗള, ഔള എന്നിങ്ങനെ പറയുന്ന ധാരാളം അപസമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു ആ ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാലഘട്ടത്തിലും. പിന്നീട് അതിനുശേഷമാണ് അവർ കൂടുതൽ താഴ്ച വളർന്നത്. പക്ഷേ ചൈതന്യ മഹാപ്രഭുവിൻ്റെ സമയത്ത് തന്നെ ഈ അപസമ്പ്രദായങ്ങൾ ചെറിയ രീതിയിൽ നിലവിലുണ്ടായിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അപസമ്പ്രദായമാണ് ബൗള സമ്പ്രദായ, ഔള സമ്പ്രദായ, സഹജീയ സമ്പ്രദായ, ജാതി ഗോസാനി, അതിവാദി, ഗൗരംഗനാഗരി എന്നിങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ള കുറേ തെറ്റായ രീതികൾ പ്രചരിപ്പിക്കുന്ന കുറേ വിഭാഗങ്ങൾ ഈ ഗൗഡദേശത്തിൽ അന്നുണ്ടായിരുന്നു. ഇന്നും അവരെല്ലാം ഉണ്ട് എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. അപ്പോൾ കമലാകാന്ത വിശ്വാസ് ഇത് കേട്ട ഉടനെ തന്നെ അദ്ദേഹം വളരെ ദുഃഖിതനായി. എന്നിട്ട് അദ്വൈത പ്രഭുവിനോട് പോയി പറഞ്ഞു, മഹാപ്രഭു എന്നെ വന്ന് കാണണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്വൈത പ്രഭു അതിഭയങ്കരമായിട്ട് അദ്ദേഹം സന്തോഷിച്ചു. എന്തുകൊണ്ടാണ്? കാരണം അദ്വൈത പ്രഭുവിനറിയാം, ചില സമയത്ത് ചൈതന്യ മഹാപ്രഭു ഒരുവനെ ശിക്ഷിക്കുന്നത് അത് ഭഗവാൻ ആക്ച്വലി വളരെയധികം സന്തോഷമുള്ളത് കൊണ്ടാണ് എന്നിട്ട്. അപ്പോൾ അദ്വൈതാചാര്യൻ കമലാകാന്ത വിശ്വാസിനോട് പറയുകയാണ്, നിങ്ങൾ എന്നെക്കാളും വലിയ ഭാഗ്യവാനാണ്. എന്തുകൊണ്ടാണ്? കാരണം അദ്വൈതാചാര്യനെയും നേരത്തെ ഒരിക്കൽ ചൈതന്യ മഹാപ്രഭു വളരെ നിശിതമായി ശകാരിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇനി വരുന്ന ചൈതന്യ ചരിതാമൃതത്തിൽ ഇതിനെക്കുറിച്ചിട്ട് പൂർണ്ണമായ വലിയ ഒരു വിവരണമുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇപ്പോൾ കടന്ന് ആ സസ്പെൻസ് ഇപ്പോൾ ഞാൻ ബ്രേക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു സംഭവമുണ്ട്. അതും ചൈതന്യ ചരിതാമൃതത്തിലെ വളരെ രസകരമായ, ആസ്വാദ്യകരമായ ഒരു ലീലയാണ്. അതുകൊണ്ട് നമുക്ക് അതിനെ ആ സമയത്ത് പൂർണ്ണമായും കാണാം. അപ്പോൾ അദ്ദേഹം പറയും, അതുകൊണ്ട് നീ ഒട്ടും വിഷമിക്കണ്ട. എന്താണ്? തീർച്ചയായിട്ടും ചൈതന്യ മഹാപ്രഭു അങ്ങനെ നിനക്കൊരു ശിക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടിട്ട് നൽകിയിട്ടുള്ളതാണ്. അങ്ങനെ തന്നെ മറ്റൊരു മുകുന്ദ എന്ന് പറയുന്ന മറ്റൊരു ഭക്തനും ഒരിക്കൽ മഹാപ്രഭു ഇങ്ങനെ ഒരു ശിക്ഷ കൊടുത്തിരുന്നു. അപ്പോൾ ആ ഭക്തൻ, ആ മുകുന്ദൻ എന്ന് പറയുന്ന ഭക്തൻ ഈ ശിക്ഷ കേട്ടപ്പോൾ ചോദിച്ചു, എന്നെങ്കിലും ഒരിക്കൽ എനിക്ക് മഹാപ്രഭുവിനെ വീണ്ടും കാണാൻ പറ്റുമോ എന്നൊന്ന് അന്വേഷിച്ചിട്ട് വരാൻ പറയും. അപ്പോൾ അവർ വന്നിട്ട് മഹാപ്രഭുവിൻ്റെ സേവകനോട് പറയും, ഇങ്ങനെ മുകുന്ദൻ ചോദിക്കുന്നു, ഇനി എന്നെങ്കിലും മുകുന്ദന് മഹാപ്രഭുവിനെ കാണാൻ പറ്റുമോ? അപ്പോൾ മഹാപ്രഭു പറയും, കോടി വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവനെന്നെ കാണാമെന്ന് പറഞ്ഞേക്കാൻ പറയും. ഇത് കേട്ട ഉടനെ മുകുന്ദൻ ആനന്ദം കൊണ്ട് നൃത്തം വയ്ക്കാൻ തുടങ്ങിയത്രേ. എന്താണ്? 1 കോടി വർഷത്തിന് ശേഷം എനിക്ക് വീണ്ടും മഹാപ്രഭുവിനെ കാണുവാൻ കഴിയുമല്ലോ എന്ന്. അപ്പോൾ മഹാപ്രഭു എന്താ ചെയ്തത്? ഉടനെ തന്നെ മുകുന്ദനെ തിരിച്ചു വിളിച്ചു അത്രേ. അപ്പോൾ ഇങ്ങനെയാണ് മഹാപ്രഭുവിൻ്റെ ഈ സുന്ദരമായ ലീലകൾ എന്ന് പറയുന്നതിനെ നമുക്ക് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ശചി മാതാവിനെയും മഹാപ്രഭു ഒരിക്കൽ ഇങ്ങനെ ശിക്ഷിച്ചിട്ടുണ്ട്. അതും നമ്മൾ ഇനി വരുന്ന ഭാഗങ്ങളിൽ കാണാൻ പോകുന്നതായതിനാൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അങ്ങനെ കമലാകാന്ത വിശ്വാസിനെ എല്ലാം ആശ്വസിപ്പിച്ച ശേഷം അദ്വൈതാചാര്യൻ വീണ്ടും പോയി മഹാപ്രഭുവിനെ കണ്ടിട്ട് പറയും, ഈ കമലാകാന്ത വിശ്വാസിനോട് ഇത്രയും വലിയ ഒരു കാരുണ്യം അങ്ങ് കാണിച്ചു, പക്ഷേ എന്നോട് അത്രയും കാരുണ്യം അങ്ങ് കാണിച്ചിട്ടില്ലല്ലോ. അത് എന്തുകൊണ്ടാണ്? ഞാൻ അങ്ങയോട് വലിയ അപരാധം ചെയ്തു എന്നതുകൊണ്ടാണോ എന്ന് അദ്വൈതാചാര്യൻ ചൈതന്യ മഹാപ്രഭുവിനോട് ചോദിക്കും. അപ്പോൾ ചൈതന്യ മഹാപ്രഭു വളരെ സന്തോഷത്തോട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയും, കമലാകാന്ത വിശ്വാസിനെ വിളിക്കാൻ പറയും. അങ്ങനെ വീണ്ടും കമലാകാന്ത വിശ്വാസിനെ മഹാപ്രഭു വിളിക്കുകയും അദ്ദേഹത്തിന് വീണ്ടും ദർശനം കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് പറയും, നീ ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം, അദ്വൈത പ്രഭുവിനെ ഇതുപോലെ താഴ്ത്തി കാണിക്കുന്ന ഒന്നും നിൻ്റെ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടാവാൻ പാടില്ല എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു അതിസുന്ദരമായ ലീല ഉണ്ടായിരിക്കുന്നത്. കാരണം മഹാപ്രഭു പറയും, അദ്വൈതാചാര്യൻ എൻ്റെ ആചാര്യനാണ്. അതുകൊണ്ട് ആ ആചാര്യൻ ഒരിക്കലും ഈ പണക്കാരായ രാജാക്കന്മാരുടെ കയ്യിൽ നിന്നും ഒരു സൗജന്യം സ്വീകരിക്കുക എന്ന് പറയുന്നത് എനിക്കൊരിക്കലും അംഗീകരിക്കാനാവാത്തതാണ്. മഹാപ്രഭു പറയുന്നു, വിഷയികളായിട്ടുള്ള ഭൗതിക വിഷയങ്ങളിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്ന ഇത്തരം വ്യക്തികളിൽ നിന്നും
വൈഷ്ണവ ആചാര്യന്മാർ എന്തെങ്കിലും സഹായം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ആധ്യാത്മിക നിലനിൽപ്പിന് വളരെ അപകടകരമാണ് എന്ന് പറയും. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇവരിൽ നിന്നും ഈ സഹായം സ്വീകരിക്കുമ്പോൾ ഇവരുടെ മാലിന്യങ്ങളും കൂടെ സ്വീകരിക്കുന്നതിനാൽ ആ മാലിന്യം കൊണ്ടിട്ട് കൃഷ്ണനെ സ്മരിക്കാൻ കഴിയാത്ത അവസ്ഥ വരും എന്നുള്ള ഒരു താക്കീതും കൂടെ അവിടെ കമലാകാന്ത വിശ്വാസിന് മഹാപ്രഭു നൽകുന്നു. അപ്പോൾ ഇത് കേട്ട ഉടനെ എല്ലാവർക്കും മനസ്സിലായി ഇത് അദ്വൈതാചാര്യനെ കുറിച്ചല്ല കമലാകാന്ത വിശ്വാസിനോട് പറയുന്നത്, ഇത് എല്ലാവർക്കും ഉള്ള ഒരു നിർദ്ദേശമായിട്ട് മഹാപ്രഭു നൽകിയിരിക്കുന്നു. അവിടെ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി എടുത്തു പറയുന്നുണ്ട്, ഈ മഹാപ്രഭു നൽകിയിരിക്കുന്ന ഈ ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതിന് വളരെ ഗാഠമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. അത് മുഴുവനായിട്ടും എനിക്ക് പറയാൻ കഴിയുന്നില്ല. പക്ഷേ നമ്മൾ എല്ലാവരും ഇതിനെക്കുറിച്ച് എല്ലായ്പ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം എന്നവിടെ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ചെറിയ ഒരു സൂചന നൽകുന്നു. അതായത് നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണ് സഹായം സ്വീകരിക്കുന്നത് എന്നത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടെന്നാൽ അത് വളരെ വിഷയലോലുപരായിട്ടുള്ള വ്യക്തികളിൽ നിന്നും നമ്മൾ കൂടുതൽ ആശ്രയം പോലെ സഹായം സ്വീകരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ അവബോധത്തെ വളരെ പ്രതികൂലമായി ബാധിക്കും. ഇതാണ് ഇവിടെ മഹാപ്രഭു പറയുന്നതിൻ്റെ ആ ഒരു സാരം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മളും കൂടെ വളരെ കാര്യമായിട്ട് ഉൾക്കൊള്ളേണ്ടതാണ്. കാരണം നമ്മളാരും ആചാര്യന്മാരല്ലെങ്കിൽ പോലും നമ്മളെല്ലാവരും വൈഷ്ണവ വിധിപ്രകാരം ജീവിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾ എന്ന നിലയിൽ നമ്മളും ഇത്തരക്കാരുമായിട്ടുള്ള നമ്മുടെ ബന്ധം വളരെ അതിൻ്റെ ഒരു ലിമിറ്റിൽ മാത്രം നിർത്തുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം യദുനന്ദൻ ആചാര്യൻ, അദ്ദേഹം അദ്വൈത പ്രഭുവിൻ്റെ 5ാമത്തെ ശാഖ, അദ്ദേഹമാണ് രഘുനാഥദാസ ഗോസ്വാമിയുടെ ഗുരു ആയി വർത്തിക്കുന്നത്. അതിനുശേഷം യദുനന്ദനാചാര്യൻ്റെ ഗുരു വാസുദേവ ദത്തയായിരുന്നു. അതിനുശേഷം വരുന്നത് ഭാഗവതാചാര്യൻ, വിഷ്ണുദാസ് ആചാര്യൻ, ചക്രപാണി ആചാര്യൻ, അനന്താചാര്യൻ എന്നിവരെല്ലാവരും അദ്വൈത പ്രഭുവിൻ്റെ ശാഖകളായിട്ട് വരുന്നു. അതിൽ ഭാഗവതാചാര്യൻ വൃന്ദാവനത്തിലെ ശ്വേതമഞ്ജരിയായിരുന്നു. അദ്ദേഹം ആദ്യകാലത്തിൽ അദ്വൈത പ്രഭുവിൻ്റെ പാർശ്വനായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഗദാധര പണ്ഡിതൻ്റെ കൂടെ ചേർന്നു. അനന്താചാര്യനും 8 ഗോപിമാരിൽ ഒരാളായിരുന്നു. സുദേവിയാണ് അനന്താചാര്യനായിട്ട് വന്നിരിക്കുന്നത്. അതിനുശേഷം അങ്ങനെ അദ്വൈത പ്രഭുവിൻ്റെ അനേകം ശാഖകളെക്കുറിച്ചിട്ട് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നുണ്ട്. അതായത് അനേകം പേരുകൾ ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ പ്രധാനികളുടെ പേരുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതിനുശേഷം വീണ്ടും അദ്വൈതാചാര്യൻ്റെ വേറെ ചില പ്രമുഖ ശാഖകളെക്കുറിച്ച് പറയുമ്പോൾ വിജയ പണ്ഡിതൻ, ശ്രീരാമ പണ്ഡിതൻ എന്ന് പറയുന്ന ആ 2 പേർ. അവരിൽ ശ്രീരാം പണ്ഡിത് എന്ന് പറയുന്നത് ശ്രീവാസ് പണ്ഡിതൻ്റെ അനുജനാണ്. അദ്ദേഹം നാരദമുനിയുടെ തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തായ പർവ്വതമുനിയുടെ ഒരു അംശമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അദ്വൈത ആചാര്യൻ്റെ ഈ ശാഖകൾക്കെല്ലാം തന്നെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ജലസേചനം ലഭിച്ചിട്ടുള്ളതിനാൽ അവരെല്ലാവരും വളരെ നല്ല രീതിയിൽ കൃഷ്ണപ്രേമം പ്രചരിപ്പിച്ചു എന്നും അതിനുശേഷം കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി തന്നെ എടുത്തു പറയുന്നു, ഇഹാരമധ്യേ മാലി പാച്ചേ കോന ശാഖ ഗണ നാമാനെ ചൈതന്യമാലി ദുർദൈവ കാരണ. ശ്രീ ചൈതന്യ മഹാപ്രഭു അദ്ദേഹം ഇഹലോകം വെടിഞ്ഞു പോയതിന് ശേഷം ചില ശാഖകൾ ആ വഴിയിൽ നിന്നും വഴി തെറ്റിപ്പോയി എന്ന് പറയുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? പിന്നീട് ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാരുണ്യമായ ജലം അവർക്ക് കിട്ടാത്തതിനാൽ അവരെല്ലാം ഉണങ്ങി കരിഞ്ഞു പോയി എന്നും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിലവിടെ എടുത്ത് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുകയാണ്, കൃഷ്ണാവബോധം നഷ്ടപ്പെട്ട ഒരുത്തൻ ഉണങ്ങിയ വിറക് കഷ്ണം പോലെയാണ്. അതുകൊണ്ട് അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മൃതതുല്യനാണെന്ന് മാത്രമല്ല, മരിച്ചതിന് ശേഷം യമരാജാവിൻ്റെ അവിടെ പോയി ശിക്ഷ സ്വീകരിക്കേണ്ടി വരും എന്നും കൂടെ ഇവിടെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി എടുത്തു പറയുന്നു. അതായത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യമരാജൻ, നമ്മൾ ശ്രീമദ് ഭാഗവത്തിൽ വായിക്കുന്നുണ്ട്, യമരാജാവ് തൻ്റെ കിങ്കരന്മാരോട് പറയുന്നുണ്ട്, ഏതൊരുവനാണോ അവൻ്റെ നാക്കിൽ ഒരിക്കൽ പോലും പരമപുരുഷ ഭഗവാന്റെ ദിവ്യനാമം തൊടാൻ സമ്മതിക്കാത്തവൻ,
ഏതൊരുവനാണോ ഒരിക്കലും ഹൃദയത്തിൽ ശ്രീകൃഷ്ണനെയും ശ്രീകൃഷ്ണൻ്റെ പാദപദ്മങ്ങളെയും സ്മരിക്കാത്തവൻ, യവനൊരുത്തനാണോ ഒരിക്കലും പരമപുരുഷ ഭഗവാന്റെ പാദങ്ങളിൽ നമിക്കാത്തവൻ, അങ്ങനെയുള്ളവന്മാരെ വേണം എൻ്റെ അടുത്തേക്ക് ശിക്ഷയ്ക്കായി കൊണ്ടുവരേണ്ടത് എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ യമരാജാവ് പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ ഇവിടെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിയും പറയുന്നത് അതുതന്നെയാണ്. കൃഷ്ണാവബോധം നഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചതിന് തുല്യമാണ് എന്ന് മാത്രമല്ല, മരണത്തിന് ശേഷം യമരാജാവിൻ്റെ രാജധാനിയിൽ പോയി അവിടെ കിട്ടുന്നതെല്ലാം സ്വീകരിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ചൈതന്യ മഹാപ്രഭുവിൻ്റെ പാത ഉപേക്ഷിച്ച് പോയവർ മാത്രമല്ല, ഏതൊരു വ്യക്തി ചൈതന്യ മഹാപ്രഭുവിൻ്റെ പ്രസ്ഥാനത്തെ എതിർക്കുന്നുവോ, അതിനെതിര് നിൽക്കുന്നുവോ, അവർക്കെല്ലാവർക്കും ഈ പറയുന്ന യമരാജാവിനെ പോയി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഉള്ള ശിക്ഷ സ്വീകരിക്കേണ്ടി വരും എന്നതിൽ യാതൊരു സംശയവുമില്ല എന്ന് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നു. അതിനുശേഷം അടുത്തതായിട്ട് അദ്വൈതാചാര്യൻ്റെ പാർഷദന്മാരെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പിന്നീട് ഗദാധര പണ്ഡിതൻ്റെ പാർഷദന്മാരെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ശ്രീ ധ്രുവാനന്ദ, ശ്രീധര ബ്രഹ്മചാരി, ഹരിദാസ ബ്രഹ്മചാരി, ഭാഗവതാചാര്യ എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിനുശേഷം പിന്നീട് കുറേ അധികം ഗദാധര പണ്ഡിതൻ്റെ ശാഖകളെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതിൽ മറ്റൊരു പ്രധാനി ഭൂഗർഭ ഗോസ്വാമി എന്ന് പറയുന്ന അദ്ദേഹം പ്രേമമഞ്ജരി എന്ന മഞ്ജരിയായിരുന്നു. അദ്ദേഹം ലോകനാഥ ഗോസ്വാമിയുടെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. ഈ ഭൂഗർഭ ഗോസ്വാമിയാണ് ഗോകുലാനന്ദ ക്ഷേത്രം, അതായത് വൃന്ദാവനത്തിലെ 7 പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നായ ഗോകുലാനന്ദ ക്ഷേത്രം പണി കഴിപ്പിച്ചത് ഈ ഭൂഗർഭ ഗോസ്വാമിയാണ്. അതുപോലെ തന്നെ ശ്രീനാഥ ചക്രവർത്തി, ഉദ്ധവ, ജിതാമിത്ര, ജഗന്നാഥദാസ് എന്നിങ്ങനെയുള്ള മറ്റ് ചില ശാഖകളെക്കുറിച്ചിട്ട് പറയുന്നു. അങ്ങനെ ഗദാധര പണ്ഡിതന് ഇത്രയും അധികം ശാഖകളുണ്ടായിരുന്നു. അതിൽ പലരും പ്രധാനികളായിരുന്നു എന്ന് മാത്രമല്ല, അവരെല്ലാവരും തന്നെ കൂടുതൽ വിപുലമാക്കുവാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. ഈ അധ്യായത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നുണ്ട്, 18 സ്കന്ധേര കൈലുൺ ശാഖാരഗണന യാൻസഭാ സ്മരണേ ഭവബന്ധ വിമോചന. അതായത് 18 സ്കന്ധേര കൈലൂൺ ശാഖാരഗണന, അതായത് ഈ പറഞ്ഞിരിക്കുന്ന 3 ശാഖകൾ ആരൊക്കെയാണ്? നിത്യാനന്ദ പ്രഭു, അദ്വൈത പ്രഭു, ഗദാധര പണ്ഡിതൻ. ഇവരുടെ ഈ ശാഖകളിൽ വരുന്ന ശാഖാര ഗണന, ഈ ശാഖകളിൽ വരുന്നവരുടെ എല്ലാം യാൻ സഭാ സ്മരണേ, ഇവരുടെ എല്ലാവരുടെയും സ്മരണ ഒന്നുകൊണ്ട് മാത്രം എന്ത് സംഭവിക്കുന്നു? ഭവബന്ധ വിമോചന. അപ്പോൾ നിങ്ങളിൽ പലർക്കും ഇത്രയും ദിവസമായിട്ട് ഒരു ചോദ്യം ഒരുപക്ഷെ മനസ്സിലുണ്ടായിരുന്നിരിക്കാം. നമ്മളെല്ലാവരും ചൈതന്യ ചരിതാമൃതം പഠിക്കാൻ വന്നിരിക്കുകയാണല്ലോ, ഈ പറയുന്നവരുടെ എല്ലാം വിവരങ്ങൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ അവതാരം വരാൻ പോകുന്നത് എന്നിങ്ങനെയെല്ലാം ഒരുപക്ഷെ ചിലർക്കെങ്കിലും ഒരല്പം ഇല്ലേ തോന്നിക്കാണും. എപ്പോഴാണ് ഇദ്ദേഹം ഈ ചൈതന്യ ചരിതാമൃതം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടിട്ടേ ഇല്ലല്ലോ എന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ 13ാമത്തെ അധ്യായം ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അവതാരം, അതായിരിക്കും ഭഗവത് അനുഗ്രഹം കൊണ്ട് നമ്മൾ അടുത്ത തവണ ചർച്ച ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇവിടെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നിത്യാനന്ദ പ്രഭുവിൻ്റെയും അദ്വൈതാചാര്യൻ്റെയും ഗദാധര പണ്ഡിതൻ്റെയും ശാഖകളെ കുറിച്ചിട്ടുള്ള ഗണന, അതായത് അവരെക്കുറിച്ചിട്ട് നമ്മളിങ്ങനെ പറയുന്നു, കേൾക്കുന്നു. ഈ 3 പേരുടെയും ഗുണഗണനങ്ങളെ നമ്മൾ പ്രകീർത്തിക്കുന്നു. അതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ഭവബന്ധ വിമോചന, ഇതാണല്ലോ നമുക്ക് വേണ്ടത്, അല്ലേ? മാത്രമല്ല യാൻസഭ സ്മരണേ പായ് ചൈതന്യ ചരണ യാൻസഭ സ്മരണേ ഹയ വാഞ്ചിത പുരാണ. അതായത് വാഞ്ചിത പൂരണ,
അതായത് ഇവരുടെ എല്ലാം യാൻസഭ സ്മരണേ പായ് ചൈതന്യ ചരണ, അതായത് ഇവരെല്ലാം സ്മരിക്കുന്നതിലൂടെ നമുക്ക് ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ചരണങ്ങൾ ലഭിക്കുന്നു. യാൻസഭ സ്മരണേ ഹയ വാഞ്ചിത പൂരണ. മാത്രമല്ല ഇവരുടെ എല്ലാം ഈ നിത്യാനന്ദ പ്രഭുവിൻ്റെയും അദ്വൈതാചാര്യൻ്റെയും ഗദാധര പണ്ഡിതൻ്റെയും ദിവ്യനാമങ്ങൾ സ്മരിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കപ്പെടുന്നു. അതുകൊണ്ട് അതേവ താൻസഭാര വന്ദിയേ ചരണ ചൈതന്യമാലിര കഹി ലീല അനുക്രമ. അപ്രകാരം ചൈതന്യ മഹാപ്രഭു എന്ന മാലി ഉദ്യാനപാലകൻ്റെ ക്രമത്തിലുള്ള വർണ്ണന ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഗൗരലീലാമൃത സിന്ധു അപാര അഗാധ കേക്കരിത്തെ പാരേ തഹാൻ അവഗാഹ സഥ. അതായത് ചൈതന്യ ചരിതാമൃതം, ഗൗരലീലാമൃതം എന്ന് പറയുന്ന സിന്ധു, അത് ഒരു വലിയ സമുദ്രമാണ്. അപാര അഗാധ, അതായത് അപാരവും അഗാധവുമായിട്ടുള്ള ഗൗരലീലാമൃതം എന്ന് പറയുന്ന ഈ വലിയ സമുദ്രം, അതിനെക്കുറിച്ചിട്ട്, അതിൻ്റെ അളവിനെ കുറിച്ചിട്ട് പറയാൻ കേക്കരിതെ പാരേ തഹാൻ അവഗാഹ സാധ, അതായത് അതിനെക്കുറിച്ച് അവഗാഹമായിട്ട് പറയുവാൻ ആർക്കാണ് ധൈര്യമുണ്ടാവുക എന്ന് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നു. അതുകൊണ്ട് ആ സമുദ്രം എന്ന് പറയുന്നതിൽ മുങ്ങുക, മുങ്ങിക്കുളിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ഞാൻ പറയുന്നതല്ല, കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നു. അതായത് താഹാരമാധുര്യ ഗന്ധേ ലുബ്ധായമന അതേവ താത്തേരഹി ചാക്കി ഏക്കക്കണ. അതായത് അതിൽ ഒരിക്കലും മുങ്ങിക്കുളിക്കുവാൻ കഴിയില്ല എന്നതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യുന്നത്? ഞാൻ അതിൻ്റെ കരയിൽ നിന്നുകൊണ്ട് അതിൽ നിന്നും ഒരു തുള്ളി നുകരുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതാരുടെ വാക്കാണ്? കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുകയാണ്. അതായത് ഈ ഗൗരലീലാമൃതം ആകുന്ന ഈ വലിയ സമുദ്രത്തിൽ മുങ്ങാൻ നമുക്കാർക്കും യോഗ്യതയില്ല. പക്ഷേ ആ സമുദ്രത്തിൻ്റെ കരയിൽ നിന്നുകൊണ്ട്, അവിടെ അങ്ങനെ ആ കരയിൽ നിന്നുകൊണ്ട് അതിൽ നിന്നും ഒരു തുള്ളി നുകരുവാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടണേ എന്നാണ് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത്. കാരണം ഗൗരംഗ മഹാപ്രഭുവിൻ്റെ ലീല എന്ന് പറയുന്നത്, അതിനെ വർണ്ണിക്കുവാനുള്ള യോഗ്യത തീർച്ചയായിട്ടും എനിക്കില്ല. പക്ഷേ ഈ പറയുന്നത് തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയാം. അപ്പോൾ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും പറയുന്നത് ഞാനല്ല, കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിയും ശ്രീലപ്രഭുപാദരുടെ ഭാവാർത്ഥങ്ങളുമാണ് എന്നുള്ളത് കൊണ്ട് നമുക്കെല്ലാവർക്കും ആ സമുദ്രത്തിൻ്റെ കരയിൽ നിന്നുകൊണ്ട് ഈ ഗൗരലീല എന്ന് പറയുന്ന ഏറ്റവും മധുരമായിട്ടുള്ള ഈ സമുദ്രത്തിൻ്റെ ഒരല്പമെങ്കിലും നുകരുവാൻ കഴിയുമാറാകട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ. ഇത് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് മഹാപ്രഭുവിൻ്റെ ആവിർഭാവത്തെക്കുറിച്ചിട്ട് പറയാം.